എങ്ങനെയാണ് ഓതേണ്ടത്, ആ ആയത്തിന്റെ അർത്ഥം എന്താണ്. അപ്പൊ നമ്മൾ ഫാത്തിഹയ്ക്ക് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ അർത്ഥം കൂടി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഓതാൻ കഴിയും. ആ ഫാത്തിഹ സൂറത്ത്, അങ്ങനെ പ്രധാനപ്പെട്ട സൂറകൾ, അവയുടെ അർത്ഥവും അത് ഓതേണ്ട രീതിയും ഇൻഷാ അല്ലാഹ് പഠിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസും അതുമായി ബന്ധപ്പെട്ട മസ്അലകളും. ഖുർആൻ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഒരു മുഅ്ജിസത്താണ്, ഒരു അമാനുഷിക ഗ്രന്ഥമാണ്. അത് വല്ലാത്തൊരു സംഭവമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അത് കേവലം ഒരു പുസ്തകമായിട്ട് നമ്മൾ കാണാൻ പാടില്ല, ഒരു ഗാനമുള്ള പുസ്തകം എന്നതിനെ കാണാതെ വളരെ പ്രധാനപ്പെട്ടൊരു ഗ്രന്ഥമായി, ഒരു അമാനുഷിക ഗ്രന്ഥമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ കാണുന്നത്. കാരണം ഖുർആൻ എന്നുള്ളത് കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമാണ് ഖുർആൻ എന്നുള്ളത്. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ റാത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സംസാരമാണ്, കലാമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ള സർവ്വ ഗ്രന്ഥങ്ങളെക്കാളും പുസ്തകങ്ങളെക്കാളും വലിയ പ്രത്യേകതയുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാർക്കും മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തൊക്കെ അതാത് കാലഘട്ടത്തിലേക്ക് ആവശ്യമായ ഒരു മുഅ്ജിസത്തായിരിക്കും. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്ത് അത് എക്കാലത്തും ശേഷിക്കുന്നു. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുത്തു. വലിയ പാറക്കെട്ടിനുള്ളിൽ ഒരു ഒട്ടകം വന്നു. പക്ഷേ ആ മുഅ്ജിസത്ത് അതോടെ കഴിഞ്ഞു, ആ ഒട്ടകത്തെ അർത്ഥത്തോടെ കഴിഞ്ഞു. അങ്ങനെ ഓരോ പ്രവാചകന്മാർക്ക് അതാത് പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ എന്താണോ ആവശ്യമെങ്കിൽ ആ നിലക്കുള്ള മുഅ്ജിസത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം എന്ന് പറഞ്ഞാൽ വലിയ ജാലവിദ്യന്റെ ആളുകളായിരുന്നു, വലിയ സിഹിറിന്റെ ആളുകളായിരുന്നു. സിഹിർ വലിയ തെറ്റായ കാര്യമാണ്, കടുത്ത തെറ്റാണ് സിഹിർ എന്നുള്ളത്. ഇവിടെ സിഹിർ എന്ന് പറഞ്ഞറിയില്ലേ, മാട്ടുമാരണം അല്ലെ, മാരണം എന്നൊക്കെ പറയും. വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. കുടുംബങ്ങളോടോ കുറച്ചൊരു നോക്കുന്നുണ്ട്, കുടുംബങ്ങളോടോ അയൽവാസികളോടോ വലിയ തെറ്റ് വരുന്ന സമയത്ത്, അവരോട് വല്ല അസൂയയോ കുടുംബപരമായോ അയൽവക്കബന്ധമായോ വല്ല പ്രശ്നം വരുന്ന സമയത്ത് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ് സിഹിർ എന്നുള്ളത്. ചെയ്തു പോകരുത്, വലിയ തെറ്റാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം വലിയ സിഹിറിന്റെ ആളുകളായിരുന്നു, മാട്ടുമാരണത്തിന്റെ ആളുകളായിരുന്നു, ജാലവിദ്യയുടെ ആളുകളായിരുന്നു. എത്രത്തോളം എന്ത് വിഷയമുണ്ടായാലും അവർ ആളുകളെ പരാജയപ്പെടുത്തുക ജാലവിദ്യയിലൂടെയായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവരെ പരാജയപ്പെടുത്താൻ സിഹിറല്ല, പക്ഷേ അവരുടെ ജാലവിദ്യയെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള മുഅ്ജിസത്താണ് കൊടുത്തത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണെന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോ ഫിർഔനും കൂട്ടർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഫിർഔൻ അത് അംഗീകരിച്ചില്ല. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, മൂസ, നിങ്ങളും നിങ്ങളുടെ സഹോദരൻ ഹാറൂനും കൂടിക്കൊണ്ട് ഫിർഔനടുക്കൽ പോകണം. ഫിർഔനോട് സത്യമതം വിശ്വസിക്കാൻ, വിശുദ്ധ ഇസ്ലാം ഉൾക്കൊള്ളാൻ പറയണമെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടി ഫിർഔനടുക്കൽ പോയി. പക്ഷെ ഉൾക്കൊള്ളാൻ ഫിർഔൻ തയ്യാറായില്ല. ഫിർഔൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ആ സമയത്താണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ഫിർഔനോട്, അവലാ ജിഅ്തുക ബിശൈഇൻ മുബീൻ, നിനക്ക് ഞാൻ വ്യക്തമായൊരു തെളിവ് കൊണ്ടുവന്നത് സ്വീകരിക്കുമോ? ഫിർഔൻ പറഞ്ഞു, എന്താണ് നിന്റെ തെളിവ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടൻ തന്നെ തന്റെ കയ്യിലുള്ള വടി തന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു, ഫിർഔന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഇന്ന മൂസാ അലൈഹിസ്സലാം ലമ്മാ അൽഖാ അസാഹു വസാറത്തുൽ അസാ സുഅബാൻ അഅളമ സുഅബാൻ നളറ ഇലൈഹി നാദിറൂൻ. ഫിർഔന്റെ മുന്നിലേക്ക് തന്റെ കയ്യിലുള്ള വടി ഇട്ടുകൊടുത്തപ്പോ ഈ വടി വലിയൊരു പാമ്പായിട്ട് മാറി. പാമ്പെന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തിനെ തന്നെ വിഴുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പാമ്പായിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി മാറുകയാണ്. ഇത് കണ്ട ആളുകൾക്ക് പേടിച്ചോടി. ചരിത്രം രേഖപ്പെടുത്തുന്നത് അന്നവിടെ ഒരുമിച്ച് കൂടി ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇപ്പം മാത്ത യൗമഇദ് 25 അൽഫ, 15,000-ലേറെ ആളുകൾ പങ്കെടുത്തിരുന്നു. 15,000 ആളുകളോളം മരണപ്പെട്ടു എന്ന തിക്കിലും തിരക്കിലും വിട്ടിട്ട് പേടിച്ചോടി. ഫിർഔൻ വഖഅൻ സരീരിഹി, വലിയ ധിക്കാരിയായിട്ട് തന്റെ കട്ടിലിന്റെ മുകളിൽ ഇരിക്കുന്ന ഫിർഔൻ കട്ടിലിന്റെ മുകളിൽ താഴോട്ട് വീണു. താഴോട്ടൊന്ന് വീണെന്ന് മാത്രമല്ല, ഫിർഔൻ അവിടെ വെച്ചുകൊണ്ട് ഈ
പാമ്പിന്റെ ഈ വടിമാറി പാമ്പായ പാമ്പിന്റെ ഭീകരത കണ്ട് ഫിർഔൻ കിടന്നോടത്ത് കിടന്ന് വിസർജിച്ചുപോയി. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഫിർഔൻ 40 ദിവസം കൂടുമ്പോഴേ വിസർജിക്കാറുള്ളത്രേ. അതിനൊരു ധിക്കാരമായിരുന്നു. ഫിർഔൻ ആളുകൾ തന്നെ പറയുന്ന ഫിർഔന്റെ ഒരു കറാമത്തായിട്ട്, ഫിർഔന്റെ ഒരു അത്ഭുത സിദ്ധിയായിട്ട് പറയാറുണ്ട്, വലാ യഹദ്സു ഇല്ലാ ഫീ കുല്ലി 40 യൗമ. 40 ദിവസം കൂടുമ്പോഴാണ് ഒന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഫിർഔൻ. ആ ഫിർഔൻ അവിടെ കടന്ന് വിസർജിച്ചു പോയി. പിന്നീട് അതൊരു അസുഖമായി മാറി ദിവസത്തിൽ 40 പ്രാവശ്യം പോകുന്നൊരവസ്ഥയ്ക്ക് മാറിയുന്ന. ഒരു ദിവസത്തിൽ 40 ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ബാത്റൂമിൽ പോയിരുന്ന ഫിർഔൻ പിന്നെ ദിവസത്തിൽ 40 പ്രാവശ്യം പോകുന്നൊരവസ്ഥയ്ക്ക് എത്തി. ഫിർഔൻ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പാമ്പിനെ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത പരീക്ഷണം കൊടുത്തു. ഇത് കണ്ട് ഫിർഔന് ചെറിയ മാറ്റം വന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറഞ്ഞു, നീ നിന്റെ അധികാരത്തിൽ ഉറച്ചു നിന്നോ, നീ ഇസ്ലാമതം വിശ്വസിക്കുകയും ചെയ്തോ, എങ്കിൽ ഫൈദാ മുത്ത ദഖൽതൽ ജന്ന, ഈ അധികാരവും നിനക്ക് കിട്ടും, നീ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗം കിട്ടും. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഞാനൊന്ന് കൂടി ആലോചിക്കട്ടെ, എന്റെ ഭാര്യയോടും കുടുംബത്തോടൊക്കെ ഒന്ന് കൂടി ആലോചിക്കട്ടെ. ഭാര്യയോട് കൂടി ആലോചിച്ചപ്പോൾ ഭാര്യ ആരെയൊന്നും ബിവി ആസിയ റളിയല്ലാഹു അൻഹ, ആസിയ ബി സമ്മതിച്ചു ഇസ്ലാം മതത്തിലേക്ക് വരാൻ. പക്ഷെ ഫിർഔനോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഹാമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഹാമാൻ പറഞ്ഞത് പറ്റൂല. എന്താ, നിങ്ങൾ ഇപ്പോൾ ദൈവമല്ലേ, നിങ്ങൾ മൂസാ നബിയുടെ സമുദായത്തിലേക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടിമയായി മാറും. ഇതുവരെ ദൈവമായിരുന്നു താങ്കൾ അടിമയാകുമെന്ന് പറഞ്ഞാൽ ഇതിലേറെ നിന്ദ്യമായ അവസ്ഥ എന്താണുള്ളത്? അതുകൊണ്ട് ദയവ് ചെയ്യരുത്, നിങ്ങൾ അതിന് പോകരുത്. അത് കേട്ടപ്പോൾ ഫിറോനും തോന്നി എന്നാ വേണ്ട. അതുകൊണ്ട് ഫിറോൻ വീണ്ടും തന്റെ മതത്തിൽ ഉറച്ചു നിന്നു. അപ്പൊ ആ കാലഘട്ടത്തിലെ വലിയ വിദ്യയുടെ ആളുകളായിരുന്നു അവരുടെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി കൊടുത്തത് അവരുടെ ജാലവിദ്യയെ തകർക്കുന്ന രീതിയിലൊരു മുഅ്ജിസത്തായിരുന്നു. എന്നാൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം ഏറെ പുരോഗമിച്ച കാലഘട്ടമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ വിശ്വകരന്മാർ, ഡോക്ടർമാർ, വൈദ്യന്മാരുള്ള കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അല്ലാഹു തആല ഈസാ നബി കൊടുത്ത മുഅ്ജിസത്ത് എന്താ? വലിയ രോഗങ്ങളെ മാറ്റാനുള്ള കഴിവ് കൊടുത്തു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞില്ലേ, ഇന്നി ഉബ്രിഉൽ അക്മ വൽ അബ്റസ് വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്. വെള്ളപ്പാണ്ടുള്ള ആളുകളുടെ, കുഷ്ഠരോഗികളുടെ, അന്ധന്മാരുടെ രോഗങ്ങൾ, കണ്ണു കാണാത്ത ആളുകളുടെ കണ്ണിന്റെ രോഗമൊക്കെ മാറ്റി കാഴ്ച കൊടുക്കുന്നു. വെള്ളപ്പാണ്ടുള്ള ആളുകളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തടുമ്പോഴേക്ക് വെള്ളപ്പാണ്ട് നീങ്ങിപ്പോകുന്നു, കുഷ്ഠരോഗികളെ കുഷ്ഠരോഗം മാറിപ്പോകുന്നു. ഇങ്ങനെ പ്രത്യേകമായൊരു കഴിവ്. മാത്രമല്ല മരിച്ചവരെ ഹയാത്താക്കാനുള്ള കഴിവും മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു കൊടുത്തു. മരിച്ചവരെ ഹയാത്താക്കുക ഹിദ്ദിഷൊക്കെ ചെയ്തല്ലോ. കോഴിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാരെ കൂഷൊന്നും കൂടാതെ കൂവിച്ച് വിട്ടോവർ. കോഴി കടിച്ചിട്ട് അതിന്റെ എല്ലുകൾ കൂട്ടിക്കിടക്കുക. ഈ കൂടിക്കിടക്കുന്ന എല്ലുകളിലേക്ക് നോക്കി മുഹിദ്ദിഷ് പറഞ്ഞു, കോഴി നീ കൂകിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ എല്ലുകൾ കോഴിയായിട്ട് മാറി, അത് കൂകിപ്പാറിപ്പോയി. അത് അല്ലാഹു അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്കൊക്കുന്നൊരു കഴിവാണ്. ചത്തേച്ചകത്തിന് ജീവൻ നേടിച്ചോവർ ചാകും കീ ലക്ഷത്തെ നന്നാക്കി വിട്ടോവർ. മുഹിദ്ദിഷിന് അല്ലാഹു കൊടുത്തൊരു കഴിവാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അങ്ങനെ കഴിവ് കൊടുത്തു. മരിച്ചവരെ ഹയാത്താക്കാൻ, അതോടൊപ്പം തന്നെ രോഗികളായ ആളുകളെ രോഗം പെട്ടെന്ന് മാറ്റിക്കൊടുക്കാൻ. എത്രത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് രോഗികളായ ആളുകൾ ധാരാളം വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തടവിക്കഴിയുമ്പോഴേക്ക് ആളുകളെ രോഗം മാറിപ്പോകും. എത്ര വലിയ രോഗികളുണ്ട്. എത്രത്തോളം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ഫിൽ യൗമിൽ വാഹിദി 50,000 50,000 വരെ ആളുകൾ സന്ദർശകരായിട്ട് എത്താറുണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ ഡോക്ടറുടെ അടുക്കിലേക്ക് 100 ആളെ 150 ആളൊക്കെയാണ് പേഷ്യന്റായിട്ട് എത്താറില്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് രോഗികളായിട്ട് 50,000 ആളുകൾ വരാറുണ്ട്. അവരൊക്കെ ഈസാ നബി തടവുമ്പോഴേക്ക് രോഗം മാറും. ഒരു പ്രത്യേക കഴിവ് കൊടുത്തു. മറഞ്ഞ കാര്യങ്ങൾ കാണാനും പറയാനുള്ള കഴിവുണ്ടായി. ചെറിയ കുട്ടിയാകുന്ന സമയത്ത് തന്നെ ചരിത്രത്തിൽ കാണാം, കാന യൽഅബു മഅസ്ബിയാൻ ثم يخبرهم بأفعال آبائهم وأمهاتهم وكان يخبر الصبي بأن أمك قد خبأت لك
കഥ കഥ. കളിക്കുമ്പോ ചെറിയ കുട്ടിയാകുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത് കുട്ടികൾ പറയും, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നീ അറിഞ്ഞോ? കുട്ടികളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പല എണ്ണപ്പലഹാരങ്ങളും, നെയ്യപ്പുണ്ടാകും, നിറത്തപ്പുണ്ടാകും. ഇവിടെ ഒരുപാട് ഉണ്ടാകില്ലേ, ഉന്നക്കായി ഉണ്ടാകും. ഇവിടെ സുബ്ഹാനല്ലാഹ് എന്തൊക്കെ പലഹാരങ്ങളാണ്. കായ നിറച്ചതുണ്ട്, ഒരുപാടുണ്ട്. മുക്രിസാഹിന്റെ പേര് പഠിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഒരുപാട് എണ്ണപ്പലഹാരങ്ങളുടെ നാടാണ് നമ്മുടെ ഈ നാട്. അയാലും അൽഹംദുലില്ലാഹ് എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്നു, പള്ളിയിലേക്ക് മുത്താലിമികൾക്ക് കൊടുത്തേക്കുന്നു. നല്ല മനസ്സുള്ള ആളുകൾ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി കുട്ടികളുടെ ദർസിന്റെ സമാജോദ്ഘാടനമായിരുന്നു. അവരാള് പഫ്സും അതോടൊപ്പം തന്നെ കാപ്പിയൊക്കെ ദർസിന്റെ ഉദ്ഘാടനത്തിന് കൊടുത്തയച്ചു. ഇന്നലെ ഉച്ചക്ക് 4 മണിക്കുണ്ട് ഒരാള് ബർഗർ കൊടുത്തയക്കുന്നു. അവരാരെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും മുത്തഅല്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമകൾ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഏതൊക്കെ നിലയ്ക്ക് മുത്തഅല്ലിമീങ്ങളെ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മോനെ, നിന്റെ ഉമ്മ ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, പഴം നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഓരോന്ന്. അന്ന് നെയ്യപ്പുണ്ടോ ചോദിക്കരുത്, തന്നുള്ള സാധനം എന്തായാലും അത് പറഞ്ഞു കൊടുക്കും. കുട്ടികൾ തിരിച്ചു ചെല്ലുമ്പോ, നിങ്ങളത് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നിട്ടില്ലല്ലേ? കുട്ടിക്ക് അറിയാൻ തുടങ്ങും. അപ്പൊ ഉമ്മ ചോദിക്കും, ആരാടാ നിന്നോട് പറഞ്ഞത്? ആരാ നിന്നോട് പറഞ്ഞത്? അത് പറയും, ഞങ്ങൾ കളിക്കാൻ പോകുന്ന വീട്ടിലെ ഈസ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞതാണ്. അവസാനം ഉമ്മാര് കുട്ടിയോട് പറയാൻ തുടങ്ങി, ലാ തൽഅബു മഅ സാഹിർ, അത് മാട്ടുമാരണത്തിന്റെ ആളാണ്, ഞാൻ കുട്ടിനൊപ്പം കളിക്കാൻ പോകരുത്. അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ കളിക്കാൻ കുട്ടികളില്ലാത്ത അവസ്ഥയായി. ഒരു ദിവസം ഈസാ നബി അലൈഹി സ്വലാം കളിക്കാൻ നോക്കുമ്പോൾ ഗ്രൗണ്ടിൽ ആരുമില്ല. അങ്ങനെ ഒരു വീട്ടിൽ പോയി മുട്ടി. വീട്ടുകാരോട് ചോദിച്ചു, കുട്ടികൾ എവിടെ? കാലു ലഹു ലൈസ ഫിൽ ബൈത്ത്. കുട്ടികളൊന്നും വീട്ടിലില്ലല്ലോ പറഞ്ഞു. കുട്ടികളാണെങ്കിലും ഈസാ നബിനും കളിക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. കുട്ടികൾ ഉള്ളിന്ന് കൂക്കി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നിട്ട് ഉള്ളിന്ന് ശബ്ദമുണ്ടാക്കി. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്ത് വെച്ചു, ഫമൻ ഫി ഹാദൽ ബൈത്ത്, നിങ്ങളല്ലേ കുട്ടികളെല്ലാവരും ഉള്ളിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മാര് പറഞ്ഞു, ഖനാസീർ, അത് കുട്ടികളല്ല, പന്നിക്കുട്ടികളാണ് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്നാൽ കദാലിക്, അങ്ങനെ ആയിക്കോട്ടെ. പറയേണ്ട താമസം യഖൂലൂന ഫഇദാഹും ഖനാസീർ, ആ കുട്ടികൾ പന്നിക്കുട്ടികളായി മാറി. അവരുള്ള കാര്യമാണ്. അമ്പിയാക്കൾ ഔലിയാക്കളൊപ്പം കളിക്കരുത്. വലിയ വലിയ മഹാന്മാരോട് സാലിഹ്യങ്ങളോട് കളിക്കാൻ പോകരുത്. അവരൊക്കെ ഒരു നാവിലൂടെ വല്ലതും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഫലിച്ചിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരാക്ഷേപിക്കുക, ചീത്ത പറയുക, കുറ്റം പറയുക, ആലിമീങ്ങളെ ചീത്ത പറയുക, അങ്ങനത്തെ ഒരു ശൈലി ഒരു കാലത്തും വന്നു പോകരുത്. അതൊക്കെ ഒരു വിഷമാണ്. റസാനത്തിൽ പറഞ്ഞത് ആലിമീങ്ങളെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ അത് വിഷം കഴിക്കുന്നതിന് തുല്യമാണെന്ന്. വിഷം അറിഞ്ഞു കഴിച്ചാലും മരിക്കും, അറിയാതെ കഴിച്ചാലും മരിക്കും. വിഷം കുടിക്കുമ്പോൾ നിയ്യത്തൊന്നും വെക്കണമെന്നില്ല. നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് പോലെ ഞാനിതാ മരിക്കാൻ വേണ്ടി വിഷം കുടിക്കുന്നു, അതുകൊണ്ട് മരിക്കണമെന്ന് കുടിക്കുന്നു വേണ്ട. വിഷം കുടിച്ചാൽ തന്നെ മരിക്കും. എന്തുപോലെയാണ് ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, ഔലിയാക്കളെ, അംബിയാക്കളെ, മഹത്തുക്കളായ ആളുകളെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഈമാനികമായിട്ടുള്ള നമ്മുടെ മരണമാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടുകാരോട് ചോദിച്ചു, കുട്ടികളെവിടെ? വീട്ടുകാർ പറഞ്ഞു, ഇവിടെ കുട്ടികളൊന്നുമില്ല. കുട്ടികൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാക്കി. അപ്പൊ ആ ശബ്ദമുണ്ടാക്കിയതാരാ? അത് പന്നിക്കുട്ടികളാണ് പറഞ്ഞു. എന്നാൽ പന്നിക്കുട്ടികളാവട്ടെ പറഞ്ഞു. കുട്ടികൾക്ക് പന്നിക്കുട്ടികളായി മാറി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു കൊടുത്ത ചില കഴിവുകൾ. ആ കൂട്ടത്തിലൊരു കഴിവായിരുന്നു മരിച്ചവരെ ഹയാത്താക്കാൻ കഴിഞ്ഞിരുന്നു. ചരിത്രം രേഖപ്പെടുന്ന സാധിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഒന്ന് എന്തെങ്കിലും ചെയ്തൊന്ന് ഹയാത്താക്കി തരണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിയുടെ കബറിങ്ങൽ പോയി. കബറിങ്ങൽ പോയേക്കുമ്പോൾ കുട്ടി 3 ദിവസമായി മരണപ്പെട്ടിട്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കബറിൽ നിന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയോട് പറഞ്ഞു, ചില ദിക്റുകൾ ചൊല്ലിയിട്ട് പറഞ്ഞു, മോനെ നീ പുറത്തേക്ക് വാ. കബറിൽ കിടക്കുന്ന കുട്ടി പുറത്തേക്ക് വന്നു. മരിച്ചവരെ ഹയാത്താക്കുക, ഇത് നിഷേധിക്കാൻ പറ്റാത്ത വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെച്ച വിഷയം ഞാൻ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം കബറിൽ കിടക്കുന്ന കുട്ടിയോട് എണീറ്റ് വരാൻ പറഞ്ഞു. ഒരിക്കൽ ഒരു വയസ്സായ ഉമ്മ, ആ ഉമ്മാക്ക് ആരുമില്ല, ഏകനായിട്ടൊരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ മരണപ്പെട്ടു. അത് ഉമ്മാക്ക് വലിയ വിഷമമായി. ആകെ തണലായി തന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഏക മകൻ മരണപ്പെട്ട ദുഃഖഭാരത്തോടുകൂടെ ഉമ്മ ഇരിക്കുമ്പോ ഈ ജനാസ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുന്നിൽ കൊണ്ടുപോയി. അപ്പൊ ആരോ ഈസാ നബിയുടെ സങ്കടം പറഞ്ഞപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ആ കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ആ കുട്ടിയോട് പറഞ്ഞു, ഈ മകനോട് പറഞ്ഞു, നീ ഇറങ്ങി വാറും ജനാസ കൊണ്ടുപോകണം. പറയേണ്ട ദിവസം ജലസാര ശരീരിഹി, ആ കുട്ടി കട്ടിൽ നെടിയിട്ടിരുന്നു. മയ്യത്ത് കൊണ്ടുപോകണം. മയ്യത്താകുന്ന ഈ കുട്ടി ചെറുപ്പക്കാരൻ കട്ടിൽ നെടിയിട്ടു, പുറത്തേക്കിറങ്ങി. സുബ്ഹാനല്ലാഹ് വലബിസ സിയാബഹു വഹമല സരീറ അലാ ഉനുഖിഹി. കട്ടിലിൽ നിന്ന് ഇറങ്ങിയപ്പോ പിന്നെ എല്ലാവരുടെ കട്ടിലിട്ട് പോയി. മയ്യത്തല്ലല്ലോ, പിന്നെ ഇതിനെ കട്ടിലേറ്റുന്നത്. അവസാനം ഈ കുട്ടി തന്നെ കട്ടിലേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഫബഖിയ വവലദുഹു, ആ കുട്ടി പിന്നീട് വർഷങ്ങളോളം ജീവിച്ചു. അതിൽ അവനക്ക് കുട്ടിയുണ്ടായി. മരിച്ച് കട്ടിൽ കിടക്കുന്ന ആള് ഹയാത്തായി, പിന്നീട് അദ്ദേഹം ജീവിച്ച് അദ്ദേഹത്തിന് കുട്ടിയുണ്ടായി. തഫ്സീറു റൂഹുൽ ബയാൻ പോലുള്ള കിതാബുകളിലേക്ക് സംഭവം കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ ഈസാ നബി വരുന്നതിന് എത്രയോ മുമ്പ് മരണപ്പെട്ടു പോയാളാണ്. ഒരു ദിവസം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാമ് ബിൻ നൂഹിന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാമിന്റെ ഖബറാണ്. എന്നിട്ട് സാമിനെ വിളിച്ചു, സാം പുറത്തേക്ക് വാർന്നു. ഖബറിൽ കിടക്കുന്ന സാമിനോട് പറഞ്ഞു, പുറത്തേക്ക് വാ. ആ കുട്ടി പുറത്തേക്ക് വന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ പുറത്തേക്ക് വന്നു. മകൻ ചോദിച്ചു, അത് കാമത്തിൽ കിയാമത്ത് നാളായോ? കിയാമത്ത് നാളിലൂടെ ഖബറിന് പിന്നെ പുറത്തേക്ക് വരല്ലേ, കിയാമത്ത് നാളായോ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞില്ല, കിയാമത്ത് നാളൊന്നും ആയിട്ടില്ല. വലാകിന്നി ദഅഉതുക ബിസ്മില്ലാഹിൽ അഅ്ലം, ഞാൻ നിന്നെ ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുല്ലാഹിൽ അഅ്ലം ചൊല്ലിയിട്ട് നിന്നെ വിളിച്ചതാണ്. നിന്നെ ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ ജീവിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ മരിച്ചു പറഞ്ഞു. അവൻ മുൻ പറഞ്ഞു, ഞാൻ അന്യം മരിക്കൂല, മരിക്കണ ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന ചോദിച്ചു? ബിശർത്തി അല്ലാ യഈദനല്ലാഹു മിൻ സക്റാത്തിൽ മൗത്ത്, ഇനി എനിക്ക് സക്റാത്തുൽ മൗത്ത് ഉണ്ടാവരുത്. മരണവേദന അത് വല്ലാത്ത വേദനയാണ്, അതില്ലാതെ മരിക്കണമെങ്കിൽ ഞാൻ മരിക്കുള്ളൂ പറഞ്ഞു. അതൊരുവട്ടം അനുഭവിച്ചാണ്, ഇനി അത് അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ വേദന ഒന്നും വേണ്ട, നീ മരിച്ചോ. ആ കുട്ടി മരിക്കുകയും ചെയ്തു, കബറടക്കുകയും ചെയ്തു. അപ്പൊ മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിനോട് യോജിക്കുന്ന മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എങ്ങനെയാണ്? അത് കേവലം ഒരു താൽക്കാലികമായിരുന്നില്ല, എന്നേക്കും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അതോടെ കഴിയുന്നു. എന്നാൽ പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അത് കാലാകാലം, എത്ര കാലം ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നുവോ ആ കാലഘട്ടത്തോളം മുത്തുനബിയുടെ അമാനുഷികത്വം വെളിവാക്കിക്കൊണ്ടുള്ള ഒരു അമാനുഷിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അത് എന്നിവിടെ നിലവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഖുർആനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ക്ലാസ്സിന് വരേണ്ടത്. ഇത് വളരെ ഗൗരവത്തോടെ കാണണം. ഇത് കേവലം ഒരു ക്ലാസ്സിന് വരുന്ന പോക്കായി കാണരുത്. വിശുദ്ധ ഖുർആനാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധം അത് വല്ലാത്തൊരു സംഭവമാണ്. ഖുർആനിൽ ഒരു ആയത്ത് മതി നമ്മുടെ ജീവിതത്തിന് മാറ്റം വരാൻ. നമുക്ക് നിങ്ങൾ ചരിത്രത്തിൽ കാണാം, ഒരു വലിയനെ കുറിച്ച് പറയുന്നു, സയ്യിദുനാ ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ആഫി എന്ന് പറയുന്ന ഒരു വലിയുണ്ട്, വലിയ മഹാനാണ്. അദ്ദേഹം മഹാനായത് ചരിത്രം പറയുന്നു, ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ മഹാനൊന്നുമായിരുന്നില്ല, വലിയ സൂഫിയൊന്നുമായിരുന്നില്ല, ഔലിയാക്കൽപ്പെട്ട ആളൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിനോടൊരിക്കൽ അദ്ദേഹം വിലായത്ത് ലഭിച്ചതിന് ശേഷം, സൂഫിയായതിനു ശേഷം, ഔലിയാക്കൽപ്പെട്ട ആളതിനു ശേഷം മഹാനായ ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് നസ്രത്ത് എന്ന് പറയുന്ന ഒരു മഹാൻ ചോദിച്ചു, മാക്കാന ബദു അംരിക, നിങ്ങൾ എങ്ങനെയാണ് ഈ ഔലിയാക്കൾ ഗണത്തിൽപ്പെട്ടത്? ലിഅന്ന ഇസ്മക ബൈനന്നാസ് കഅന്നഹു ഇസ്മു നബിയ്യിൻ, നിങ്ങളിപ്പോ ആളുകൾ വലിയ ഒരു അമ്പിയാക്കന്മാരുടെ ആ പിന്തുടർച്ചക്കാരനായിട്ട് വലിയ സൂഫിയായിട്ടാണല്ലോ ആളുകൾ കാണുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം നല്ല പദവി ലഭിച്ചത്? മഹാനായ ബിശ്റുൽ ആഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു റജുലൻ മയ്യാറാ, ഞാൻ നിങ്ങളീ കരുതുന്നത് വലിയ വലിയ സൂഫിയൊന്നും ആയിരുന്നില്ല. ഞാനൊരു അരസനായി മടിയനായി ഇങ്ങനെ നടക്കുന്നവരായിരുന്നു. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഞാനൊരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കടലാസ് വഴിന്ന് കണ്ടു. ഫറഫഅതുഹു, ഞാൻ ആ കടലാസ് എടുത്തു നോക്കി. ഫൈദൻ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കടലാസ് എടുത്ത് നോക്കുമ്പോൾ അതൊരു അറബി പദമാണ് കാണുന്നത്. ഒന്നുകൂടി ഞാൻ നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ മനസ്സ് വേദനിച്ചു പോയി. അല്ലാഹ്, നിന്റെ വിഷ്കൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സ് വേദനിച്ചു പോയി. ഞാനതെടുത്തു, ചളിയെല്ലാം തുടച്ചു നീക്കി. വക്കാന ഇന്ദി ദിർഹം, ഇനി ഓതാൻ അറിയാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ ഫാത്തിഹ സൂറത്ത് അധികരിപ്പിക്കും. അതറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. ഫാത്തിഹ ഇങ്ങനെ ഊതി വിടുക. വേറൊന്നും ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ആളുകൾ ഫാത്തിഹ സൂറത്ത് എത്ര ഓതാൻ കഴിയുമോ അത്ര കണ്ട് ഓതുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആൻ പാരായണം ചെയ്യൽ നമ്മുടെ മനസ്സിന് മാറ്റം വരുന്നത് മാത്രമല്ല, ഈ പാരായണം വഴി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്ന ഒരാൾ പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ ഓതിന് ശേഷം അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ശഅലഹു ഖിറാഅത്തുൽ ഖുർആൻ അൻ ദിക്രി വ മുസ്അലതി അഅതൈതുഹു അഫ്ളല സവാബിസ് സായിലീൻ. ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് കൂടി ഖുർആൻ ഓതിന്ന് വെച്ചാൽ അവരെന്തൊക്കെയാണ് ആഗ്രഹിച്ചത്? ഒരു ചോദ്യകർത്താവ് അള്ളാഹുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ചോദിക്കുന്നതിൽ ഏറെ അള്ളാഹുവിന് കൊടുക്കുമെന്നാണ്. ഖുർആൻ പാരായണത്തിന് സമയം മാറ്റിവെക്കുക. എത്ര ഓതാൻ കഴിയും? ഇശാ മഗ്രിബിന്റെ ഇടയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നെങ്കിൽ ആ സമയങ്ങളിൽ വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. സുബഹിന്റെ ശേഷമുള്ള ഉറക്കൊന്ന് ഒഴിവാക്കുക. ഇവിടെ സുബഹിന്റെ ശേഷം ഉറക്കം കുറച്ച് കൂടുതലാണ്, അത് പരമാവധി കുറക്കുക. സുബഹിന്റെ ശേഷമൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക. നല്ല സമയമാണത്. സുബഹിയുടെ ശേഷം, മഗ്രിബിന്റെ ശേഷമൊക്കെ. ഇനി നമ്മൾ വീട്ടിലെ കുട്ടികളും മറ്റു തിരക്കും കാരണം ഓതാൻ മുസാഹിഫ് എടുത്ത് ഓതാൻ കഴിയില്ലെങ്കിൽ ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. എത്ര ഓതാൻ കഴിയുമോ അത്ര ഓതിക്കൊണ്ടിരിക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് മലായിക്കത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ വീട്ടിലൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ശൈത്താനിന്റെ ശല്യം ഉണ്ടാകും. ഒക്കെ സ്വാഭാവികമാണ്, അതൊക്കെ ഉണ്ടാവും. ഇല്ല, നമ്മളതിന് നിഷേധിക്കുന്ന ആളുകളൊന്നുമില്ല. ശൈത്താന്റെ ശല്യമൊക്കെ വീട്ടിലുണ്ടാവും. ആ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം ഖുർആൻ പാരായണമാണ്. ഖുർആൻ ഓതുന്ന വീട്ടിൽ ശൈത്താന്റെ ശല്യം ഉണ്ടാവില്ല. മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ മലായിക്കത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് കാണാനുള്ള കാഴ്ച ശക്തിയില്ലെന്ന് മാത്രം. നോക്കൂ നിങ്ങൾ സംഭവം. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനുകൾ പറയാണ്, അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഇങ്ങനെ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ വിശുദ്ധമായ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഫർസുഹു മർബൂത്തുൻ ഇൻദഹു, അദ്ദേഹത്തിന്റെ കുതിരയെ അപ്പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഖുർആൻ ഓത്ത് തുടങ്ങിയപ്പോൾ ജാലത്തിൽ ഫറസ്, കുതിര കിടന്നിങ്ങനെ വട്ടം കറങ്ങാൻ തുടങ്ങി. കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ തുടങ്ങി. കുതിര കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുതിരയുടെ കറക്കം കണ്ടപ്പോൾ ഉസൈദ് റളിയല്ലാഹു അൻഹു ഫസക്കത്ത, അദ്ദേഹം ഓത്ത് നിർത്തി വെച്ചു. ഓത്ത് നിർത്തിയോടെ ഫസക്കത്ത, കുതിരയുടെ കറക്കം നിന്നു. ഫക്കറ, അപ്പൊ അത് വീണ്ടും ഓതിയപ്പോൾ വജാലത്തിൽ ഫറസ്, കുതിരയും വട്ടം കറങ്ങാൻ തുടങ്ങി. ഫസക്കത്ത, അത് നിർത്തിയപ്പോൾ കുതിരയിൽ നിന്നു. സുമ്മക്കറ, പിന്നെയും ഓതിയപ്പോൾ വീണ്ടും കുതിര കടന്ന് കറങ്ങാൻ തുടങ്ങി. ഫൻസറ വകാന ഇബ്നുഹു യഹ്യ ഖരീബൻ മിൻഹാ, ആ സമയത്ത് ഉസൈദ് റളിയല്ലാഹുവിന്റെ മകൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉസൈദ് റളിയല്ലാഹുവിന് പേടിയായി, ഈ കുതിര അങ്ങനെ ചാടിയാൽ എന്റെ കുട്ടിയുടെ ശരീരത്തിലേക്ക് ചാടോ, കുട്ടിക്ക് പരിക്കേൽക്കുമോ? അബ്ദുദേം ഓത്ത് നിർത്തിയിട്ട് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആകാശത്ത് എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. നേരം വെളുത്തപ്പോൾ വലമ്മ അസ്ബഹ ഹദ്ദസൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസൈദ് ഓടി ചെല്ലുകയാണ്. പുണ്യ നബിയുടെ ഹദറത്തിലേക്ക് ചെന്നിട്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്,
എന്റെ കുതിരയെ കെട്ടി നിർത്തിയിരുന്നു. ആ കുതിര ഞെട്ടോട്ടമോടുന്നു, വട്ടം കറങ്ങുന്ന രംഗം ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ കുതിരയും നിന്നുപോയി. വീണ്ടും ഞാൻ ഓതിയപ്പോൾ കുതിരയും ഓടുന്നു. വീണ്ടും ഞാൻ നിർത്തിയപ്പോൾ കുതിരയും നിൽക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസൈദ്, നീ ഓതിക്കൊണ്ടേയിരിക്കേണ്ടതായിരുന്നു, നിനക്ക് ഓതായിരുന്നപ്പോൾ നല്ലത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ നിർത്താൻ കാരണം ഫഷ്ഫഖതു യാ റസൂലല്ലാഹ് അൻത തഅഹ്യാ വകാന മിൻഹാ ഖരീബാ. നബിയേ, എന്റെ കുതിരയുടെ അടുത്ത് എന്റെ മോനുണ്ടായിരുന്നു. ഞാൻ ഇനിയും ഓതിയാൽ കുതിര കയർ പൊട്ടിച്ച് എന്റെ കുട്ടിയുടെ ശരീരത്തിലേക്ക് വീണുപോകുമോ, അത് പേടിച്ചുകൊണ്ടാണ്, ചവിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒത്തു നിർത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉസൈദേ, നീ കണ്ട രംഗം എന്താണെന്ന് നിനക്കറിയുമോ? നീ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ? ഉസൈദ് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, അതെന്താണ് എനിക്കറിയില്ല. കാലാ റസൂലുള്ള പറയുന്നു, മോനെ ഉസൈദേ, തിൽക്കൽ മലായിക ഫിൽ സൗതിക. ഉസൈദ് ഇബ്നു ഹുതൻ പറയുന്നത്, ആ ഇറങ്ങി വന്നത് മലായികത്താണ്. മലായികത്തിനെ കണ്ട് ആനന്ദം കൊണ്ടാണ് നിന്റെ കുതിര ചാടിയത്. വലോ ഖറഅത ഉസൈദേ, നീ ഇനിയും ഓതിയിരുന്നുവെങ്കിൽ ലസ്ബഹ്തി യൻദുറുൻ നാസ് ഇലൈഹാ. ഉസൈദ്, നീ ഇനിയും ഓതിയിരുന്നെങ്കിൽ നേരം വെളുക്കുന്നവരെ ആ മലായികത്തിന്റെ സാന്നിധ്യമുണ്ടാകുമായിരുന്നു. മലായികത്തിന് കൂടെ ഇവരെ ജനങ്ങൾക്ക് കൂടെ ഇവരെ കാണാമായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് മലായികത്ത് ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടുകളിലൊക്കെ ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യാത്ത വീടിനെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. എത്ര ഓതാൻ കഴിയുമോ അത്ര ഓതുക. ഓതുന്ന സമയത്തൊക്കെ വലിയ ഭക്തിയോടുകൂടി ഓതുക, ഇഖ്ലാസോടുകൂടി ഓതുക, കരഞ്ഞുകൊണ്ട് ഓതുക. കരയാൻ കഴിയില്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ കരയിപ്പിക്കണമെന്നാണ്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ പൂർവികരായ ആളുകളൊക്കെ ഖുർആൻ ഓതി കരഞ്ഞ് അവർ വീണുപോയിട്ടുണ്ട്. നമുക്കൊരു പക്ഷെ അതിന് കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയിപ്പിക്കണമെന്നാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഓതണം. മാമിൻ ഐനിൻ ഫാലത് മിൻ ഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഒരാളുടെ കണ്ണിലൂടെ വെള്ളമൊഴുകിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ആ കണ്ണുകൾ രക്ഷപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മുടെ കണ്ണുകളൊക്കെ ഖിയാമത്ത് നാളിൽ കുളിർമയേകുന്ന കണ്ണുകൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പാരായണം അത് വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല ഹദീസ് രേഖപ്പെടുത്തി നോക്കൂ നിങ്ങൾ, യജീഉൽ ഖുർആൻ യൗമൽ ഖിയാമ ഫയഖൂലു യാ റബ്ബി ഹല്ലിഹി ഫയൽബസു താജൽ കിറാമ. ഖിയാമത്ത് നാളിൽ ഖുർആൻ ഇങ്ങനെ വരുമത്രേ. ഖുർആൻ എന്നിട്ട് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഈ ഖുർആൻ ഓതിയ ആളുകൾക്ക് നീ ഒരു പ്രത്യേക കിരീടം ധരിപ്പിക്കണേ. അള്ളാഹു നമുക്ക് നല്ലൊരു കിരീടം ധരിപ്പിക്കുമെന്ന. ഖുർആൻ പാരായണം വർദ്ധിച്ചവർ, ഖുർആൻ പഠിച്ചവർ, അവർക്ക് അള്ളാഹു തആല ഒരു പ്രത്യേക കിരീടം ധരിപ്പിക്കും. സുമ്മ യഖൂലു യാ റബ്ബി സിദ്ഹു. അപ്പോഴും ഖുർആൻ പറയുമത്രേ, പോര റബ്ബേ, ഒന്നുകൂടി നല്ലൊരു കിരീടം ധരിപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു കിരീടം ധരിപ്പിക്കുന്നു. അപ്പോഴും ഖുർആൻ പറയുമത്രേ, യാ റബ്ബി അർള അൻഹു. അല്ലാഹു, ഈ മനുഷ്യന്റെ അടുത്ത് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഫയർളാ അൻഹു. ഖുർആൻ ഇത് പറയുന്നതോടുകൂടെ അള്ളാഹു നമ്മൾ തൊട്ട് പൊരുത്തപ്പെടുകയാണ്. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ വളർച്ച വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഖുർആൻ ഓതുന്ന ആളുകൾക്ക് റസൂൽ പറയുന്നു, അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ ശരിയായ രീതിയിൽ തെറ്റുകൂടാതെ ഓതുന്ന ആളുകൾ വലിയ തല്ലവരായ ആളുകളോട് കൂടെയായിരിക്കും, അമ്പിയാക്കളോട് കൂടെ, പരിശുദ്ധരായ മലായികത്തിന്റെ കൂടെയായിരിക്കും. ഒരാൾക്ക് ഓതാൻ അറിയും, പക്ഷേ ഓതുമ്പോൾ പ്രയാസത്തോടുകൂടെ ഓതുന്നത്. ആരോഗ്യപരമായ പ്രയാസം ഉണ്ടെങ്കിൽ റസൂൽ പറയുന്നു, ഫലഹു അജ്റാൻ, അവർക്ക് 2 കൂലിയുണ്ടെന്ന. വീട്ടിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഓതാൻ, ശബ്ദത്തിന് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ കാലിരിക്കാൻ പ്രയാസമുണ്ട്,
അല്ലെങ്കിൽ പല നിരക്കുള്ള കണ്ണിന് പ്രയാസമുണ്ട്, കുറെ നേരം മുസാഫിലേക്ക് നോക്കുമ്പോൾ കണ്ണ് വേദനിക്കുകയാണ്. ആ പ്രയാസം സഹിച്ചുകൊണ്ട് നമ്മൾ ഓതിക്കഴിഞ്ഞാലോ ഖുർആൻ ഓതുന്ന കൂലിയും കിട്ടും, ഈ പ്രയാസം സഹിച്ചുള്ള കൂലിയും കിട്ടും. അത്തരത്തിലുള്ള ആളുകൾക്ക് ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ ശുപാർശകനായിക്കൊണ്ട് റെക്കമെൻഡുകാരനായിട്ട് വരുമെന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം റസൂൽ പറയാ ഖിയാമത്ത് നാളിൽ നടക്കുമ്പോൾ ഖുർആൻ ഇങ്ങോട്ട് വരുമത്രേ. ഖുർആൻ വന്നിട്ട് ഖുർആൻ പഠിച്ച് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കിലേക്ക് ഖുർആൻ വന്നിട്ട് സൂറത്തുൽ ബഖറ ഒരു പ്രത്യേക രൂപത്തിൽ വരും, സൂറത്ത് ആൽ ഇംറാൻ ഒരു രൂപത്തിൽ വരും. തുഹാജ്ജാനി അൻ സാഹിബിഹിമാ. സൂറത്തുൽ ബഖറ പറയത്തത് എന്റെ ആളാണ്, ഞാൻ കൊണ്ടുപോകാണ്. ആൽ ഇംറാൻ പറയത്തത് അല്ല, എന്റെ ആളാണ്, ഞാൻ കൊണ്ടുപോകാണ്. നമ്മൾ മുത്താലിമുകളുടെ ചലനമുണ്ടല്ലേ, അബൂച്ചാക്ക എന്നെ പണി, കാര്യമായിട്ടുള്ള പണി എന്താ? നമ്മുടെ വൈസ് പ്രസിഡന്റ് മുത്താലിമുകളുടെ ചലനമുണ്ട്, ഓരോ ഭാഗത്ത് കൊണ്ടാക്കി കൊടുക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതൊക്കെ നല്ലൊരു മനസ്സാണ്. നേരം വെളുത്തവരും ഇന്ന് പുതിയ കുട്ടികൾ ആരെങ്കിലുണ്ടോ, അവർക്ക് ചെലവായിട്ടുണ്ടോ, അതൊക്കെ ഒരു മനസ്ഥിതിയാണ്, നല്ല മനസ്സാണ്, അതിന് കഴിയണം. അള്ളാഹു നൽകുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. വന്നിട്ട് ചോദിക്കുന്നു പുതിയ കുട്ടികളാരുണ്ട്, അവർക്ക് ചെലവിട്ടാത്തുണ്ടോ, എന്നിട്ട് അവർക്ക് ചെലവുണ്ട്. ഉച്ചക്ക് മാത്രമാണ് ചെലവിട്ടൊരു പ്രയാസമല്ലോ വെച്ചാ ബാക്കിയുള്ള ആ വീട്ടിന് രാത്രി കൊടുക്കാൻ റെഡിയാ, രാവിലെ കൊടുക്കാൻ റെഡിയാ, ഉച്ചക്ക് മാത്രം എല്ലാവരും ഉച്ചയ്ക്ക് കൊടുക്കുക. യാത്ര പോകുന്നതുകൊണ്ട് ഇവിടെ എല്ലാവരും രാവിലെ ചായ കുടിച്ചിട്ട് രാത്രി തിരിച്ചെത്തണുള്ളൂ എന്ന് പറഞ്ഞത്. ഉച്ചക്ക് മാത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഉച്ചക്കല്ലേ ക്യാൻറ്റീൻ സിസ്റ്റത്തെ കുറിച്ച് ആകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയട്ടെ, നമ്മൾ ഒറ്റയ്ക്കെല്ലാം വേണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കുറക്കാം. ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ആർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷെ ഉച്ചക്ക് ചില പ്രയാസങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അത് നമുക്ക് ഒരു പേരൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഏതായാലും താലിബുകളെ കൊണ്ടുപോകുന്നത് പോലെ നാളെ മഹ്ശറയിൽ സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും വന്നിട്ട് പിടിച്ചു വരിക്കുത്രേ. അയാൾ എന്റെ വീട്ടിലേക്കാണ്, അയാൾ എന്റെ കൂടെ പോരട്ടെ, അയാൾ എന്റെ കൂടെ വരട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഖുർആൻ ഓതിയവർക്ക് അന്ന് സന്തോഷിക്കാം. എത്ര ഒരു അർഫ ഓതാൻ കഴിയുമെങ്കിൽ അത് ഓതുക. ഒരു അർഫ ഓതി റസൂൽ പറയുന്നുണ്ട്, മൻ ഖറഅ അർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു അസ്നാ. ഖുർആൻ ഒരു അക്ഷരം ഓതിയാൽ, ഒരു അക്ഷരം ഓതിക്കഴിഞ്ഞാൽ വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, 10 കൂലിയാണ്. ഖുർആൻ ഒരു ഒറ്റ അക്ഷരം ഒന്നുമ്പോഴേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബി എന്ന് ഉച്ചരിക്കുമ്പോഴേക്ക് നമ്മുടെ റെക്കോർഡിൽ 10 കൂലി എഴുതപ്പെട്ടു കഴിഞ്ഞു. എന്താ തിരക്കിനുള്ളൊന്ന് ഓതിക്കൂടെ, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൂടെ, ഒരു മുഅവ്വിദത്തീൻ ഓതിക്കൂടെ, എത്ര കൂലുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ലാ ഖൂലു അലിഫ് ലാം മീം വമീം അർഫുൻ. അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അതൊരു അക്ഷരമല്ല. പിന്നെയോ അലിഫ് ഒരു അക്ഷരമാണ്, മീം ഒരു അക്ഷരമാണ്, ലാം ഒരു അക്ഷരമാണ്. അലിഫ് ലാം മീം ഓതുമ്പോഴേക്ക് റസൂലുള്ളാഹി പറയുന്നു 30 കൂലിയാണ് ലഭിക്കുന്നത്. 30 കൂലി. അലിഫ് ലാം മീം ഓതുമ്പോൾ കഴിയുമ്പോഴേക്ക് 30 കൂലി കിട്ടുകയാണ്. ഇത്ര കൂലി കിട്ടുന്ന എന്തിനാണ് നഷ്ടപ്പെടുന്നത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനുമായി കൊണ്ട് ബന്ധം വർദ്ധിപ്പിക്കുക. മനസ്സിൽ ധാരാളം ഖുർആനിക ആയത്തുകൾ ഉണ്ടാവണം. എത്ര ആയത്തുകളാണോ കാണാതെ പഠിക്കാൻ കഴിയുക, എത്ര സൂറത്തുകളാണോ ഹൃദയസ്ഥമാക്കാൻ കഴിയുക, അത്ര മനഃപ്പാടമാക്കോ. പുണ്യനബി പറയുന്നു, ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ കൽ ബൈത്തുൽ ഖറബ്. ഹൃദയങ്ങൾ അത് പൊളിഞ്ഞുപോയ നശിച്ചുപോയ വീട് പോലെയാണെന്ന വിശുദ്ധ ഖുർആൻ എത്ര നമുക്ക് ഹൃദയസ്ഥമാക്കാൻ കഴിയോ അത്ര മനഃപ്പാടമാക്കിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദുനാ അബൂ ഹുറൈറ പറയാൻ, ഇന്നൽ ബൈത്തുല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആൻ ഇത്തസാ ബി അഹ്ലിഹി. ഖുർആൻ പഠിക്കുന്ന വീട്, ആ വീട്ടിൽ അല്ലാഹു തആല സാമ്പത്തികമായ വർധനവ് നൽകും. ആ വീട്ടുകാർക്ക് അല്ലാഹു തആല വിശാലത നൽകും. അവിടെ ഖൈർ അധികരിക്കും, മലായികത്തിന്റെ സാന്നിധ്യമുണ്ടാകും. വഖറജതു മിൻഹു ശയാതീൻ. ആ വീട്ടിൽ നിന്ന് ശൈത്താന്മാരൊക്കെ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കപ്പെടും, പുറത്തുപോകും. ഖുർആൻ ഓതാത്ത വീടോ, ആ വീട്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ പറയാണ്, സ്വഹാബിയായ അബൂ ഹുറൈറ പറയാണ്, ശൈത്താന്റെ സാന്നിധ്യമുണ്ടാകും. മലക്കുകൾ ആ വീട്ടിലേക്ക് വരില്ല.
വീട്ടിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ, ശൈത്താൻ അകറ്റപ്പെടണമെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഓതും തോറും നമ്മുടെ വീട്ടിൽ അഭിവൃദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കും, ബർക്കത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലാരിലൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരാൾ മരണത്തിനോട് മല്ലിടുകയാണെങ്കിൽ അയാൾ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം, മരണത്തിന്റെ സമയമാണെന്ന് കണ്ടാൽ നമ്മളവിടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. ഖുർആൻ ഓതാൻ പറ്റുന്ന സമയത്താണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ, അല്ലാത്തവർ ഖുർആൻ ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിൽ അവരോട് മാറി നിൽക്കണം, അവരോട് നിൽക്കരുത്. മരണാസന്നമായ ആളുകൾക്കൽ ഖുർആൻ ഓതാൻ പറ്റാത്ത പിരീഡിലാണ് ഉള്ളതെങ്കിൽ അവരോട് മാറി നിൽക്കണം. ഖുർആൻ ഓതാൻ കഴിയുന്നവരൊക്കെ മരണമാസന്നമാരുടെ കഴിയുന്നതിന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. സൂറത്തുർ റഅദ് ഓതിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. സൂറത്ത് യാസീൻ, ഇത് രണ്ടും നല്ലതാണ്. മരണം ആസന്നമായ ആളുകൾ, നമുക്ക് അവസ്ഥ കണ്ടാൽ അറിയാലോ, ഒരു മരിക്കുന്ന അവസ്ഥയെന്ന് കണ്ടാൽ അവിടെ സൂറത്തുർ റഅദ്, സൂറത്ത് യാസീൻ ഇതൊക്കെ ഓതിക്കൊടുത്താൽ, സൂറത്ത് റഅദ് ഓതുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നു അത് യുഖഫിഫു അൻ ദാലിക്കൽ മയ്യിത്ത് സക്രത്തുൽ മൗത്ത്, മരണവേദന അത് ലഘൂകരിക്കപ്പെടുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം കിടക്കം മരിക്കുന്നത് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കതൊരു ക്ലാസ് എടുക്കാം. ഒരു മരണം നമ്മൾ രോഗിനെ എന്ത് ചെയ്യണം, മരണമാസന്നമായവരെന്ത് ചെയ്യണം, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യാം. എങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു, മരണമാസന്നമായ ആളുകൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതും തന്നെ റൂഹ് പെട്ടെന്ന് പുറപ്പെടാൻ നല്ലതാണ്, മരണവേദന കുറഞ്ഞു കിട്ടാൻ നല്ലതാണ്. ഒതു ഉണ്ടാക്കി കൊടുക്കുക. ഒതുള്ള അവസ്ഥയിലെങ്ങാനും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൻ അത്താഹു മലക്കുൽ മൗത്ത് വഹു അലാ വുളൂഇൻ ഉഅ്തിയ ഷഹാദ. ഹദീസിലുണ്ട്, ഒതു ഉണ്ടായിരിക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അല്ലാഹു മരിക്കുന്ന സമയത്ത് പരിപൂർണമായ ഒതുവോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലൊരു ഭാഗ്യമാണത്. യാസീൻ ഓതി കൊടുക്കുക. അതോടൊപ്പം തന്നെ മരണപ്പെട്ട മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതുക, അതും പുണ്യമുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യണം. ഞാനാ മരണപ്പെട്ടെങ്കിൽ, പുരുഷനാണ് മരണപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലിരുന്ന് ഓതിയാൽ മതി, മയ്യത്തിന്റെ അരികിലിരുന്ന് ഓതണ്ട. സ്ത്രീകൾ, നിങ്ങളെ വീട്ടിലെ കുട്ടികളോടൊക്കെ കുഞ്ഞുങ്ങളോടൊക്കെ ഖുർആൻ ഓതാൻ അറിയുന്നവരോടൊക്കെ മുസാഹിഫ് എടുത്തു കൊടുത്ത് അവരുടെ മയ്യത്തിന്റെ അരികിൽ ശബ്ദങ്ങൾ ഒന്നും ഉണ്ടാക്കരുത്. മയ്യത്തെടുക്കുന്ന സമയത്തുള്ള അട്ടഹാസങ്ങളൊന്നും ഉണ്ടാവരുത്. ഇവിടെ അത്രത്തിലൊന്നും ഇല്ല എന്നാണ് ഞാനിവിടെ ഒരു ജനാസ മാത്രമേ മയ്യത്തെടുക്കുന്ന സമയത്തുണ്ടായിട്ടുള്ളൂ. ബാക്കികളൊക്കെ നേരത്തെ പോയി ദ്വാ ചെയ്ത് പോലും എനിക്കറിയില്ല. മയ്യത്തെടുക്കുമ്പോൾ പാവിട്ട് കരച്ചിലുണ്ടോ എനിക്കറിയില്ല. ഉണ്ടാവരുത്, അത് നല്ല രീതിയല്ല. കരച്ചിൽ വരും, സ്വാഭാവികമാണ്. നമ്മുടെ ഒപ്പം ഇവിടെ പറയുമ്പോൾ, ഭർത്താവ് ഇവിടെ പറയുമ്പോൾ, മക്കൾ നമ്മോട് ഇവിടെ പറയുമ്പോൾ സ്വാഭാവികമാണ് വേദനയുണ്ടാകും. പക്ഷെ അത് വാവിട്ടുകൊണ്ട് അട്ടഹാസമായി മാറരുത്, അട്ടഹാസമായി മാറരുത്. വേദന ഉണ്ടാകും. ആ വേദനയോടുകൂടി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെ യുവാക്കളൊക്കെ ആ രീതിയിലാക്കി മാറ്റണം. ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമ അതൊക്കെയാണ്. ഭർത്താവ് മരണപ്പെട്ടെടുക്കുകയാണെങ്കിൽ ആ ഭാര്യയോട് നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക. വേദനിക്കുന്ന മനസ്സോടുകൂടെ, കരയുന്ന ആ ഒരിക്കുന്ന കൺതടത്തോടുകൂടെ ഖുർആൻ പാരായണം ദുആ ചെയ്താൽ ആ ഭർത്താവിന് ഉപകരിക്കുന്ന ചെയ്യും. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരുപാട് കടപ്പാടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളൊരു ദിവസത്തെ കുറിച്ച് പറയേണ്ട വിഷയമാണ്. ഭാര്യമാർ, അത് പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള സ്ത്രീകൾ നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാർ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നു, നമ്മളിവിടെ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോട് വലിയ കടപ്പാടുകളുണ്ട്. ഭർത്താക്കന്മാരുള്ള കടപ്പാട് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലൗ കുന്തു ആമുറൻ അഹദൻ, ഞാൻ ആരോടെങ്കിലും അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ അമർത്തുൻ നിസാ, ഞാൻ പെണ്ണുങ്ങളോട് കൽപ്പിക്കുമായിരുന്നു അവരവരുടെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ. എന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന സുജൂദ് എന്നുള്ള കാര്യം അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൽപ്പിക്കാരോടാണ്? സ്ത്രീകളോട് പറയും, നിങ്ങളെ ഭർത്താക്കന്മാരെ കണ്ടാൽ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് അത്രത്തോളം കടപ്പാടുണ്ട്. സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ കാണണം. നമ്മുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തിൽ കണ്ട് അവരൊക്കെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണണം. അതല്ലെങ്കിൽ നമുക്കത് പരലോകത്ത് വലിയ ക്ഷീണം ചെയ്യും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഖബറുകൾ പോയി ദുആ ചെയ്യുക, ഖബറുകൾ പോയി ഖുർആൻ പാരായണം ചെയ്യുക. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് എനിക്ക് വലിയ സന്തോഷമോടെ വന്നപ്പോൾ കണ്ടത്, നമ്മുടെ യുവാക്കളൊക്കെ മരണപ്പെട്ട വീടുകളിലും ഖബറുകൾ പോയി ആ മയ്യത്ത് ഖബറടക്കുന്ന വിഷയത്തിലേക്ക് വലിയ താല്പര്യമുള്ളവരാണ്. വലിയ സന്തോഷമുണ്ട്. ഖബർ കുടിക്കുന്ന ഇവിടുത്തെ യുവാക്കളാണ്, പണിക്കാരില്ല, ജോലിക്കാരില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് അതിന് കുഴിമുക്ക്
കബർ മുക്ക് എന്ന് പറഞ്ഞ പോലെ മുക്കുകളുണ്ടാകുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെയൊക്കെ ഫുള്ള് കബർ കുടിക്കുന്നതൊക്കെ ഒരാളെ മരണപ്പെട്ടെന്ന് അവർ തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ്, നിങ്ങളുടെ മക്കൾ ആ രീതിയിലായത്. അവരെ നമുക്ക് അത്തരത്തിലുള്ള എല്ലാ രംഗത്തുവരെ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാഇന്റെ ശേഷം നമ്മളെ യുവാക്കളൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ എല്ലാ യുവാക്കളോടും നിങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറയണം. നമുക്ക് ദീനിയായ ഒരുപാട് കാര്യങ്ങൾ അവരെ കൊണ്ട് ഇവിടെ ചെയ്തു തീർക്കാൻ കഴിയും. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഇവിടെ നമ്മുടെ അൽഹംദുലില്ലാ ഇവിടെ തൻമിയ എന്ന് പറയുന്ന ഒരു യൂത്ത് വിങ് ഉണ്ട്. നന്നായി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും അവരുമായി ഒന്ന് പരിചയപ്പെടാനൊക്കെ ഇന്ന് ഇശാനേഷം മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ മക്കളിൽ പറഞ്ഞേക്കണം. മക്കളത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ദീനുമായിട്ട് ബന്ധമുണ്ടാകുമ്പോഴേ ആ മക്കളെ കൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. ആ മക്കളോട് അത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല സേവനങ്ങൾ. പക്ഷെ അതോടൊപ്പം എനിക്കൊന്നുകൂടി പറയാനുള്ളത്, ഇവിടെ ഈ കബറിന് പോയിട്ടുള്ള ദുആ കുറച്ച് കുറവാണ്. കബറിങ്ങൾ സിയാറത്ത് കുറച്ച് കുറവായിട്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ജുമാന് ശേഷം എല്ലാവരും കബറിന് പോയിട്ട് പോകുന്ന രീതി ഇവിടെ ആ വിഷയത്തിൽ കുറച്ച് കുറവാണ്. അതെന്താണ് ഇത് കുറവ് വരാൻ കാരണം എന്താ പറയുക? എനിക്കൊണ്ട് ജുമാന് ശേഷം നമ്മൾ കബറാളികൾക്ക് വേണ്ടി ഒരു ദ്വാര നടത്തുന്നുണ്ട്. അത് മദീച്ചിലെല്ലാവരും പോകാൻ തോന്നുന്നുണ്ട്. അത് മതിയാക്കരുത്. നിങ്ങൾ വീട്ടിലെ മക്കളോടൊക്കെ പറയണം. മരണപ്പെട്ടുപോയ ഉപ്പായുടെ കബറുങ്ങൾ, ഉമ്മായുടെ കബറുങ്ങൾ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകളൊക്കെ പോയിട്ട് ഒന്ന് സലാം പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് യാസീനോദി അവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഫാത്തിഹ ഒന്ന് ദുആ ചെയ്ത് പോരാൻ പറയണം. അത് വലിയ പുണ്യമുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഖലൽ മഖാബിറ ഫഖറഅ സൂറത്ത് യാൽ ഖഫഫ അൻഹും യൗമഇദിൻ. അന്നത്തെ ദിവസം അവരുടെ ശിക്ഷകളൊക്കെ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മകൻ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ വന്നിട്ട്, നമ്മുടെ ഭർത്താവ് വന്നിട്ട്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ വന്ന് നമ്മുടെ കബറുകൾ വെച്ചുകൊണ്ട് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. എന്നാൽ അന്നത്തെ ശിക്ഷകൾ ലഘൂകരിക്കപ്പെടുകയാണ്. വകാന ലഹു ബിഅദദി മൻ ഫീഹാ അസ്നാത്. മാത്രമല്ല, ഈ പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അക്ഷരത്തിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ടും അവനക്ക് നന്മകൾ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവന്റെ എണ്ണം കൂട്ടിക്കൊടുക്കുകയാണ്. മഹാന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. കബറുകൾ പോകൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ചരിത്രത്തിൽ ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. അൻ ബഅദ് സ്വാലിഹീൻ ഫീ ബഅദ് ബിലാദിൽ യമൻ. സ്വാലിഹീങ്ങളായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന സംഭവം കാണാം. ലമ്മാ ദുഫിന ബഅദുൽ മൗതാ വൻസറഫ الناس. ഒരാൾ മരണപ്പെട്ടപ്പോ അയാളെ കബറടക്കി തിരിച്ചു പോരുന്ന സമയത്ത് കബറിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. സുമ്മ ഖറജ മിനൽ ഖബരി ഖൽബുൻ അസ്വദ്. പിന്നെ കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത നായ പുറത്തേക്ക് വന്നു. ഫഖാല ലഹു ശൈഖു സ്വാലിഹ്. അപ്പോൾ ഈ പുറത്തേക്കുന്ന ഈ നായയുടെ രൂപത്തിലുള്ള സാധനത്തോട് സ്വാലിഹായ ഒരു മനുഷ്യനെ അവിടെ കൂട്ടത്തുണ്ടായിരുന്ന അയാൾ ചോദിച്ചു, നീ ആരാണ്? നീ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം? ഈ നായ സംസാരിച്ചെന്നാ പറയുന്നത്, അന അമലുൽ മയ്യത്ത്. ഞാൻ മയ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഞാൻ മയ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ മയ്യത്ത് ചെയ്തുപോയ തിന്മകളാണ് ഞാൻ കബറിൽ കടക്കുകയായിരുന്നു ഈ മയ്യത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി. ആ സമയത്താണ് കബറിന്റെ പുറത്ത് നിങ്ങൾ യാസീൻ ഓതിയത്. ആ യാസീൻ കാരണമായിക്കൊണ്ട് എന്നെ കബറിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ചെയ്തുപോയ തിന്മകൾ വരെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ വന്ന് ഖുർആൻ ഓതുന്ന വഴി അത് വെറുക്കപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു സംഭവം നോക്കുമ്പോൾ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം കാണാം. കാന റജുലുൻ യഖ്തലിഫുൽ ജുബാന ഫഷ്ഹദു സ്സലാ അലൽ ജനായിസ്. ഒരാള് കബറുകളിലേക്ക് എപ്പോഴും പോകും. നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ ജനാസയിൽ പങ്കെടുക്കും, കബറിനെ പോകും, കബറിനെ പോയിട്ട് ദുആ ചെയ്യും, തിരിച്ചു പോരും. എന്നും അയാളെ ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, കാന ദാലിക റജുൽ ഫംസൈതു ദാത ലൈലത്തിൻ ഫൻസറഫ്തു ഇലാ അഹ്ലി വലം ആത്തിൽ മഖാബിര. ഞാൻ എന്നും കബറിനെ പോയിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളൂ. ഒരു ദിവസം ഞാൻ പോയില്ല, കബറിനെ പോകാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഫബൈനമാ അന നായിമുൻ. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഞാൻ ഉറക്കത്തിലായിരിക്കെ കുറെ ആളുകൾ എന്റെ അടുക്കിലേക്ക് വരുന്നു. ഉൾത്തോ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ആവശ്യമെന്താണ്? കാലു അവർ പറഞ്ഞു, നഹ്നു അഹ്ലുൽ മഖാബിർ. ഞങ്ങൾ കബറാളികളാണ്. സ്വപ്നത്തിൽ കബറാളികൾ നിന്നോട് പറയാണ്, ഞങ്ങൾ കബറാളികളാണ്. നിങ്ങൾ ഞങ്ങളെ കബറിന്റെ അരികിൽ വന്നിരുന്നുവല്ലോ.
നിങ്ങൾ ഞങ്ങളെ ഖബറിന്റെ അരികിൽ വന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ, ആ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും വിഷമം അറിയിക്കാൻ നിങ്ങൾ വന്നതാണ്. ആ മഹാൻ പറയാൻ ഫമാ തറക്തുഹാ ബഅദു, അതിന്റെ ശേഷം ഒരൊറ്റ ദിവസം പോലും ഞാൻ ഖബറിൽ പോകൽ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ ദിവസവും ഖബറിൽ പോയി ദുആ ചെയ്ത് പോരാറുണ്ട്. അപ്പൊ ഖബറിൽ പോകൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മക്കളോടൊക്കെ പറയണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. മൻ സാറ ഖബറ വാലിദൈഹി ഔ അഹദിഹിമാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഉപ്പാന്റെയോ ഉമ്മാന്റെയോ ഖബറിൽ പോയി ഒരാൾ സിയാറത്ത് ചെയ്താൽ അല്ലാഹു റസൂൽ പറയുന്ന കാനക ഹജ്ജ, ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണെന്ന്. ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. മാത്രമല്ല ഖബറാളികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ വലിയ പുണ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന സദഖകൾ ഇവിടെ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം ഒരുപാട് കാര്യമുണ്ട്. ഖബറിന് സിയാറത്ത് കുറച്ച് കുറവാണെങ്കിലും ബാക്കിയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അധികരിച്ചിട്ടുണ്ട്. മോദി എന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ് നല്ല രീതിയാണ് ഇതൊക്കെ. എത്ര തീർക്കാൻ കഴിയും അത്ര ഓതുക. മരണപ്പെട്ടവർക്ക് വേണ്ടി 70,000 ദിക്ർ ചൊല്ലുക. ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. തീർക്കുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ നിങ്ങളെ മക്കളോട് പറയണം, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് വരുമ്പോൾ നേരെ വീട്ടിലേക്ക് വരരുത്. ഒന്ന് ആരാണോ നിങ്ങൾ മരണപ്പെട്ടു എങ്കിൽ അവരെ ഖബറിൽ പോയി സലാം പറഞ്ഞ് ദുആ ചെയ്തിട്ടേ പോരാവെന്ന് പറയണം. നിങ്ങളെ മക്കളോട്, ഭർത്താവിനോട്, വീട്ടിൽ നിന്ന് ആരൊക്കെ പള്ളിയിലേക്ക് വരുന്നോ അവരോടൊക്കെ അത് പറയണം. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരു മയ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സദഖകൾ ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. ഹദീസ് നോക്ക് നിങ്ങൾ, മാ മിൻ അഹ്ലി ബൈത്തിൻ യമൂതു മിൻഹും മയ്യിത്തുൻ ഫയതസദ്ദഖൂന അൻഹു ബഅദ മൗതിഹി ഇല്ലാ അഹ്ദാഹാ ജിബ്രീൽ അലാ തബഖിൻ മിൻ നൂർ. മയ്യത്തിന് വേണ്ടി ഒരാൾ സദഖ ചെയ്യുമ്പോൾ ഒന്നും ഞാനീ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പൊ മയ്യത്തിന് വേണ്ടി പല വീട്ടിലും എത്ര സദഖയാണ് ചെയ്യുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ ആ വീട്ടിൽ മൗലൂദ് ഓതുന്നു, അവിടെ ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ സദഖയാണല്ലോ. മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നു. അതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. നിസ്സാരമായി കാണരുത്. അതൊക്കെ ഒരു മാമൂലായിട്ട് കാണരുത്. ഒരു നാട്ടിലെ നാട്ടാചാരമായിട്ട് കാണരുത്. വലിയ പുണ്യമുള്ള അമലായിട്ട് കാണണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ ദാ ഹദിയ യാ സാഹിബുൽ ഖബറിൽ അമീഖ് ഹദിഹി ഹദിയത്തുൻ അഹ്ദാഹാ ഇലൈക അഹ്ലുക. ഖബറിനെ പോയിട്ട് വിളിച്ചു പറയുകയാണ്, നിന്റെ കുടുംബക്കാർ, നിന്റെ വീട്ടുകാർ, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ചെയ്ത സദഖയാണിത്, നിനക്ക് വേണ്ടി ചെയ്ത നന്മയാണിത്. നമ്മുടെ ഉപ്പയാണ് ആ ഖബറുള്ളതെങ്കിൽ, നമ്മുടെ ഉമ്മയാണ് ആ ഖബറുള്ളതെങ്കിൽ, നമ്മുടെ ജ്യേഷ്ഠാനന്മാരാണ് ആ ഖബറുള്ളതെങ്കിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുകയാണ്, ആനന്ദത്തിലാകുകയാണ്, ആഹ്ലാദത്തിലാകുകയാണ്. നമ്മൾ ഉപ്പാക്ക് വേണ്ടി ചെയ്യുമ്പോ, ഉമ്മാക്ക് വേണ്ടി ചെയ്യുമ്പോ ഈ പ്രതിഫലം അവരെ ഖബറിലേക്ക് എത്തുമ്പോ ഖബറിൽ കിടന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കുകയാണ്. കൊടുക്കാതിരുന്നാലോ വയഹ്സനു ജീറാനുഹുല്ലദീന ലാ യഹ്ദാ ഇലൈഹിം ശൈഅ. ഉപ്പ മരണപ്പെട്ടിട്ട് ഉമ്മ മരണപ്പെട്ടിട്ട് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഉപ്പയും ഉമ്മയും ഖബറിൽ കിടന്ന് ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. അള്ളാഹു അത്തരം മതഭാഗ്യന്മാരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ പുണ്യമുള്ള കാര്യം മനസ്സിലാക്കണം. ഖബർ ശിക്ഷയിൽ രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നൊക്കെ ചെയ്യണം. ഖബറിൽ അദാബ് വല്ലാത്ത പ്രയാസമാണ്. ഖബറിലേക്ക് വെക്കുമ്പോൾ തന്നെ ഉണ്ട് ഒരു പ്രയാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വല്ലാത്ത പ്രയാസമുള്ള ഖബറിയാണ്. ഇന്നലിൽ ഖബ്രി ലഗത്ത. ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബറിന്റെ 2 ഭിത്തികൾ പരസ്പരം കൂടിച്ചേരുന്ന സമയമുണ്ടത്രേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരിക്കൽ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സലാത്തൊക്കെ ചെല്ലണം, ഉറങ്ങരുതായിരുന്നു. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിൽ പോയപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി ഖബറിന്റെ അരികിൽ വെച്ചിട്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കരച്ചിൽ കേട്ടിട്ട് സ്വഹാബാക്കിറാം പൊട്ടിക്കരഞ്ഞു പോയി. സ്വഹാബത്ത് ചോദിച്ചു പോയി, നബിയേ, എന്തിനാണ് യാ റസൂലല്ലാഹ് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് നബിയേ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബത്തെ ഇന്നൽ ഖബ്റ വഖത്താ, ഖബറിന്റെ ഇരുഭാഗത്തെ ഭിത്തികൾ പരസ്പരം കൂടിച്ചേരുന്ന അവസ്ഥയുണ്ട്. അത് കൂടിച്ചേരുമ്പോ ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ വാരിയലുകൾ പരസ്പരം കൂടിച്ചേർന്ന് കടകടാപ്പെട്ടുന്ന ശബ്ദം ഞാൻ കേട്ടുപോയി സഹാബ, അത് ഞാൻ കണ്ടുപോയി സഹാബ, അത് കണ്ടിട്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നത്. നമുക്കത് കാണാനുള്ള കണ്ണില്ല, അത് കേൾക്കാനുള്ള കേൾവി നമുക്കില്ല. ഖബറിൽ കിടക്കുന്ന ആളുകളുടെ വാരിയലുകൾ പരസ്പരം കൂടി പൊട്ടിപ്പോകുന്നിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് നോക്കണു, ലൗ കാന അഹദുൻ നാജിയം മിൻഹാ ലനജാ സഅദ് ഇബ്നു മുആദ്. ലഗത്ത് ഖബറിനെ തൊട്ട് ഖബറിന്റെ ഭിത്തികൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് വാരിയലുകൾ അത് രക്ഷപ്പെടേണ്ടതായിരുന്നു. സഅദ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആരാ സഅദ് റളിയല്ലാഹു അറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വഫാത്തായപ്പോ ഒരു സഹാബിയാണ്, നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സഹാബിയാണ്. സഅദ് വഫാത്തായപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സഅദ് റളിയല്ലാഹുവിന്റെ വഫാത്ത് സഹാബത്തിനെ മാത്രമല്ല വേദനിപ്പിച്ചത്, സഹാബത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ രംഗമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെയും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും മരണത്തിന് ശേഷം സഹാബാക്കൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, സഹാബത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചത് അത് സഅദ് റളിയല്ലാഹുവിന്റെ മരണത്തിലാണ്. അത്രയും സഹാബത്തിന് ഇഷ്ടപ്പെട്ടതായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. പക്ഷേ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്താണ് സഅദ് റളിയല്ലാഹു വഫാത്താകുന്നത്. സഅദ് റളിയല്ലാഹു വഫാത്തായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആളുകൾ മാത്രമല്ല വേദനിക്കുന്നത്, ഹാദല്ലദീ തഹറക്കൽ അർശ് ലഹു, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയായ അർശ് പോലും വിറച്ചു എന്നാണ്. സഅദ് റളിയല്ലാഹു മരിച്ചപ്പോ അർശ് പോലും കിടകിടാ വിറച്ചുപോയി. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, സഅദ് റളിയല്ലാഹുവിന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. വശഹിദഹു 70,000 മിനൽ മലായിക, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ 70,000 മലക്കത്തുണ്ട്. ഇത്രേ 70,000 മലായിക്കത്താണ് സഅദ് റളിയല്ലാഹുവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലാഹു ഇറക്കിവിട്ടത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഅദ് റളിയല്ലാഹുവിനെ ജനാസ കൊണ്ടുപോകുമ്പോൾ നബിത്തങ്ങൾ പതുക്കെ പതുക്കെയാണ് കാലെടുത്ത് വെക്കുന്നത്. സഹാബത്ത് വെച്ച്, നബി എന്താണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? അല്ലാഹു റസൂൽ പറഞ്ഞു, സഹാബത്തെ ഇന്ന് ലഖദ് നസല 70,000 മലക്കിൻ ഷഹിദൂ ജനാസത സഅദ്, 70,000 മലായിക്കത്താണ് സഅദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. കാല് കുത്താൻ സ്ഥലമില്ല, മലായിക്കത്താണ് എന്റെ മുന്നിലൊക്കെ മലായിക്കത്താണ്. സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ ആ ഖബർ കുടിക്കുന്ന സമയത്ത് ഒരു സഹാബി പറയാണ്, അഖദ ഖബലതൻ മിൻ തുറാബി ഖബരി സഅദ്, സഅദ് റളിയല്ലാഹുവിന്റെ ഖബർ കുടിക്കുമ്പോ ഒരു സഹാബി മണ്ണെടുത്ത് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മണ്ണെടുത്ത് കൈ തുറന്നു നോക്കുമ്പോ ഫൈദൻ ഹുവ മിസ്കൻ, ആ മണ്ണ് പോലും നല്ല സുഗന്ധമുള്ള കസ്തൂരിയായി മാറിയിരിക്കുന്നു. സഅദ് റളിയല്ലാഹു എത്രത്തോളം അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ എത്രത്തോളം അല്ലാഹു ബഹുമാനിക്കുന്നു. സഅദ് റളിയല്ലാഹുവിന് വേണ്ടി മണ്ണെടുത്ത് നോക്കുമ്പോൾ ആ മണ്ണ് പോലും കസ്തൂരിയാണ്. മാത്രമല്ല സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാഹ് വല്ലാത്ത സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദ് അല്ലാഹു ഏറ്റെടുത്തു പോയി സഅദിനെ, മലായികത്തിനെ അല്ലാഹു പറഞ്ഞേച്ച് ബഹുമാനിച്ചു പോയി സഅദിനെ. അല്ലാഹു കേറിട്ടപ്പെട്ട ആളാണ് സഅദ്, എന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സഅദ്. പക്ഷേ ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലും, സഹോദരിമാരെ ശ്രദ്ധിക്കുക, ഖബറിലേക്ക് വെച്ചപ്പോൾ ഖബറിന്ന് ഒന്ന് കൂട്ടിയടിച്ചു എന്നാണ്. അത്രത്തോളം സ്ഥാനമുള്ള സഅദ് റളിയല്ലാഹുവിനെ പോലും വേദനിച്ചെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ഒരു അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പരമാവധി നന്മകൾ അധികരിപ്പിക്കുക. നമുക്ക് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുക. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ധാരാളം നന്മകൾ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കി തീർക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സ്വർഗത്തിന്റെ തോപ്പാക്കി മാറ്റണേ റഹ്മാനെ. ഇശാ മഗ്രിബിനിടയിലേക്ക് ഖുർആൻ പാരായണം ചെയ്ത് നമ്മളിൽ മരണപ്പെട്ടുപോയവരെ കൊണ്ട് ദുആ ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സലാത്തുകൾ ചൊല്ലുക. ഇശാ മഗ്രിബിനിടയിൽ കഴിയുന്നതിൽ സുബഹിസ്കാരം കഴിഞ്ഞിരിക്കുക. ആ ഇരുത്തത്തിരുന്നു കൊണ്ട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ധാരാളം ഓതുക. ഉമ്മമാരെ എത്ര ഓതാൻ കഴിയുമോ
അത്ര ഓതുക, അള്ളാഹുവിലേക്ക് അടുക്കുക, ഏത് സമയത്തും പോകണം എന്നുള്ള ചിന്ത ഉണ്ടാവുക. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ക്ലാസ്സിന് അള്ളാഹു മാറ്റുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സമയം നാം ായതുകൊണ്ട് ഇനി ദ്വാ ചെയ്ത് പിരിയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ്വായിൽ പങ്കെടുക്കുക. ക്ലാസ്സിന് പരമാവധി ഒന്നുകൂടി നേരത്തെ വരാൻ ശ്രദ്ധിക്കുക. ഒരു 2.5 മണിക്ക് മുമ്പ് നമുക്ക് തുറക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമാവധി എല്ലാവരും നേരത്തെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇന്ന് ക്ലാസ്സിന് വന്നവർ വരാത്തവരോടൊക്കെ ഈ സന്ദേശം അറിയിച്ചു കൊടുത്തുകൊണ്ട് പരമാവധി ആളുകളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് എത്തിക്കണം. ഇനി എല്ലാ തിങ്കളാഴ്ച ക്ലാസ് നടത്തുമ്പോൾ നിക്കാഹും കാനത്തും പിന്നെ ചൊവ്വാഴ്ച രാവിലെയാണ് പ്രശ്നമില്ലാന്ന് എല്ലാവരും പറഞ്ഞത്. രാവിലെ ഇനി അതല്ലെങ്കിൽ അത് വേണമെങ്കിൽ വീണ്ടും മാറ്റാൻ ചർച്ചയും നമുക്ക് മുന്നോട്ട് അവിടുത്തെ ക്ലാസ് മാറ്റാൻ കുറിച്ച് ആലോചിക്കാം. ഇവിടെ അവിടുത്തെ സമയം മാറ്റാന്നല്ല, അവിടുത്തെ ദിവസം മാറ്റാം. ഇവിടെ നമ്മൾ ഇൻഷാല്ലാ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശരിക്കും ഇൻഷാല്ലാ ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കുക. ക്ലാസിന്റെ രീതി ഞാൻ പറഞ്ഞു, ആ രീതിയിൽ ക്ലാസ് ആയിരിക്കും ഇൻഷാല്ലാ. ഒരു 1-2 ക്ലാസ് കൂടി നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയണ്ടാവും. അത് കഴിഞ്ഞാൽ ഖുർആന്റെ ഓത്തും ഒക്കെയുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളൊക്കെ അതിന് കാര്യമായി പങ്കെടുക്കുക. ചൊവ്വാഴ്ച അവിടുത്തെ ഇപ്പോഴത്തെ ക്ലാസ് ചൊവ്വാഴ്ച രാവിലെ ഉണ്ടല്ലേ, ബഹുറിനപ്പോൾ അവസാനിക്കുമല്ലേ? അതൊരു മാറ്റം ഇൻഷാല്ലാ. പിന്നെ തിങ്കളാഴ്ച ആകുമ്പോൾ ചില തിങ്കളാഴ്ചകളും ഞാനിവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, വീട്ടിൽ പോയാൽ തിങ്കളാഴ്ചയ്ക്ക് തിരിച്ചെത്തുക. അപ്പോൾ തിങ്കളാഴ്ച അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ആകുമ്പോൾ അന്ന് എന്തായാലും ഒരു നിക്കാഹും ഉണ്ടാവില്ല, കാര്യമായിട്ടുള്ള പരിപാടി ഒന്നുണ്ടല്ലോ, ഏറുന്നൊരു മരിപ്പന്തിലുണ്ടെങ്കിലുള്ളൂ. അങ്ങനെയുള്ള ദിവസങ്ങൾ മാത്രം മാറ്റാം. എന്നാൽ എല്ലാ ക്ലാസ്സും മുടങ്ങാത്തൊരവസ്ഥ വരും. ഇപ്പം ഇന്നലെ നമുക്ക് ക്ലാസ് നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ അത് മുടങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ ചൊവ്വാഴ്ചയും ഇൻഷാ അല്ലാഹ് ഒരു 2-2:15 നിങ്ങൾ എത്താൻ ശ്രമിക്കുക. കൃത്യ സമയത്ത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാസം നടക്കുന്ന സലാത്ത് അടുത്ത വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ചയല്ല, 28-ാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മുടെ മാസം നടക്കുന്ന സലാത്ത്. ആ സലാത്ത് നമുക്ക് നിങ്ങൾ പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കത് ആചരിച്ച് പിരിയാം. ഒരു 10 സലാത്ത് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു 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 അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത ക്ലാസ് ആകുമ്പോൾ അതിന് ഫലം ഏറെയുണ്ട്, അതിന് ഗുണം ഏറെയുണ്ട്. ഉത്തരം കിട്ടുന്നുള്ള ഉറപ്പോടെ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ആമീൻ പറയുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കടലാസിൽ എഴുതി അവിടെ ഒരു ബക്കറ്റ് വെക്കാൻ പറഞ്ഞു. അഹമ്മദ് ആരോടുണ്ടോ ഒരു ബക്കറ്റ് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഒരു ചെയറിലൂടെ വെച്ചാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള മറുപടികൾ പറയുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ ഇൽമുകളെ കേട്ട ഇൽമുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനെ കുറിച്ചാണല്ലോ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും. നിന്റെ കലാമാണല്ലോ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് ഞങ്ങളെ കൈമുതലാക്കണേ അല്ലാഹ്. ഖുശൂഅ് നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്.
നിനക്കറിഞ്ഞ ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഇന്നരകളിൽ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊരിക്കലും ധിക്കരിച്ചുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലാഹുവേ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങൾ, സാഹചര്യങ്ങൾ ഞങ്ങളെ തെറ്റിലേക്ക് നയിച്ചു പോയതാണ്. അല്ലാഹുവേ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകളൊക്കെ നന്നാക്കണേ അല്ലാ. എത്ര വലിയ തെറ്റാണെങ്കിലും നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ഞങ്ങളെ കൂട്ടുകുടുംബാദികൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക്, ശിഷ്യന്മാർക്ക് അല്ലാഹുവേ, ഞങ്ങൾ പഠിക്കുന്ന കാലത്തും മറ്റുമായി ഞങ്ങളെ സ്നേഹിച്ചൊട്ടേറെ ആളുകൾ, സഹായിച്ച ആളുകൾ, ഭക്ഷണം നൽകി സഹായിച്ചവർ, വസ്ത്രം നൽകി സഹായിച്ചവർ, ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാവിധ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുഖ്ലിസീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ലവരിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും ഒരുപാട് നല്ല ലക്ഷ്യങ്ങളുണ്ട്. നിനക്കറിയാമല്ലോ റബ്ബേ. ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. ഓരോരുത്തരുടെയും മനസ്സുള്ള ലക്ഷ്യങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ, പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ആ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിത്തരണേ അല്ലാ. നിറവേറ്റിത്തരണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടത്തോടുകൂടെ മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കും അവർക്കും നൽകല്ല അല്ലാ. ഞങ്ങളെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു വെച്ച് ഈ കടം ഏറ്റെടുക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ഗതികേട് തരല്ല റഹ്മാനെ, തരല്ല റബ്ബേ. അത്തരത്തിലുള്ള അവസ്ഥയൊന്നും തരല്ല അല്ലാ. പഠിച്ചവനെ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ. ഈ നാട്ടിൽ അല്ലാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ അല്ലാഹുവേ, നീ നിന്റെ ശിക്ഷ ഇറക്കല്ല അല്ലാ. അദാബിറക്കല്ല. ദുരന്തങ്ങളോ ദുരിതങ്ങളോ ഇറക്കല്ല റഹ്മാനെ. പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ല റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നാട്ടിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. സ്വന്തം വീട്ടിൽ എന്ത് നടക്കുമ്പോഴും മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. സ്വന്തം വീട്ടിൽ എന്തുണ്ടാക്കുമ്പോഴും അതൊരംശം മുത്തഅല്ലിമീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. അല്ലാഹുവേ, സ്വന്തം മക്കളെക്കാൾ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഭക്ഷണം കൊടുക്കുന്ന എല്ലാ വീട്ടുകാർക്കും, ഏതൊക്കെ വീട്ടിലേക്ക് മുത്തഅല്ലിമീങ്ങൾ കയറി ചെല്ലുന്നുവോ ആ വീട്ടിലേക്ക് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا أشهد أن لا إله أشهد أن محمد رسول أشهد أن محمد رسول لا حول ولا قوة إلا بالله. വീടുകളിലേക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സ്നേഹത്തിനും ഈ സഹായത്തിനും അർഹങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാട്ടിൽ നിന്ന് ധാരാളം മുത്തഅല്ലിമീങ്ങൾ
ദർസിലേക്ക് പഠിക്കാൻ വരുന്നുണ്ടല്ലാ. ആ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനിന് നാടിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. പടച്ചറബേ, മാരകമായ രോഗം തന്നെ ഞങ്ങളെയും ഇവരെയും പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരു ബുദ്ധിമുട്ടിലും അകപ്പെടുത്തില്ല അല്ലാ. അല്ലാഹുവേ, നാട്ടിലെ ഒട്ടുമിക്ക ആളുകളും വിദേശത്താണ്. അവരെ ജോലികളിൽ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ഈ ദർസിന്റെ കാര്യത്തിലായാലും പള്ളിയുടെയും മദ്രസയുടെ വിഷയങ്ങളിലൊക്കെ ഏറെ സഹായിക്കുന്നവരാണ് ഗൾഫിലെ മാന്യ സഹോദരന്മാർ. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരെ ജോലികളിൽ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിയോ കച്ചവടമോ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ അല്ലാഹുവേ അനുയോജ്യമായി നൽകണേ അല്ലാ. എന്ത് പ്രയാസം ആ വിഷമങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും എല്ലാവരെയും മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ആക്കിയപ്പത്ത് നന്നാക്കണേ അല്ലാ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, റോട്ടിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന മരണങ്ങളൊന്നും തരല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ, ഞങ്ങൾ അറിയുന്ന വാർത്തകളൊക്കെ അല്ലാഹുവേ അതിഭീകരമാണ്. വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് ചതഞ്ഞ് മരിക്കുന്നല്ലാ. അല്ലാഹുവേ, അത്തരത്തിലുള്ള മരണമൊന്നും തരല്ല അല്ലാ. ഞങ്ങളൊക്കെ നിത്യയാത്രക്കാരാണല്ലാ. ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, ദൂരദിക്കുകളിലേക്ക് യാത്ര പോകുന്നവരാണ്. ഒരു അപകടത്തിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ, വിമാനങ്ങൾ തകർന്നു മരിക്കുന്ന വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരങ്ങൾ ഗൾഫിൽ ധാരാളമുണ്ട്. അല്ലാഹുവേ, അവരെ കാത്തിരിക്കുന്ന ഞങ്ങളിലേക്ക് അല്ലാഹുവേ എത്തരത്തിലുള്ള ദുഃഖകരമായ ഒരു വാർത്തയും കേൾപ്പിക്കല്ലല്ലാ. അല്ലാഹുവേ, എന്നത്തെ ദുഃഖകരമായൊരു മരണം ഞങ്ങളെ കേൾപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജനാസ ഖബറിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ, എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ആരാരുമില്ലാത്ത സമയത്ത് ലഗത്തുൽ ഖബർ അല്ലാഹുവേ, സഅദ് ഇബ്നു മുആദ് തങ്ങൾ പോലും രക്ഷപ്പെടാത്ത അവസ്ഥ അല്ലാഹുവേ, സാധുക്കളെ പരീക്ഷിക്കില്ലല്ലാ. സഅദ് റളിയല്ലാഹുവിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ സാധുക്കളാ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവേ, സാധുക്കളെ ശിക്ഷിക്കല്ല റഹ്മാനെ. ഖബറിൽ നീ രക്ഷ നൽകണേ അല്ലാ, സഹായം നൽകണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. അർശിന്റെ തണൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സിറാത്ത് പാലത്തിലൂടെ നിമിന്റെ വേഗത്തിൽ വിട്ടുകിടക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ക്ലാസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അല്ലാ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. നാളെ ഞങ്ങളെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തുലാസിൽ വലിയ ഭാരമുള്ളൊരമലാക്കി ഈ ക്ലാസ്സിന് നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിന്റെ ഒരു മാറ്റമാക്കി ക്ലാസ്സിനെ മാറ്റണേ അല്ലാ. ഞങ്ങളെ സ്വഭാവത്തിന് ഉള്ളൊരു മാറ്റമാക്കി ക്ലാസ്സിനെ മാറ്റണേ അല്ലാ. ഒരാത്മീയ ചൈതന്യത്തിലുള്ള മാർഗമാക്കി ഞങ്ങളെ ഈ ക്ലാസ്സിന് നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പരലോക ചിന്ത വർദ്ധിക്കാനുള്ളൊരു ക്ലാസ്സാക്കി ഞങ്ങളെ ഈ ക്ലാസ്സിന് നീ മാറ്റണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على سيدنا رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിർത്തുന്നു. ഇന്ന് രാത്രി ഇശാന്റെ ശേഷമുള്ള യുവാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. അതിൽ കുട്ടികളൊക്കെ പറഞ്ഞേക്കണം അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.